സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് കൺസെപ്റ്റ്സ് ഓഫ് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഈ ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള C++ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് നമുക്കറിയണതിന് മുൻപായിട്ട് ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോഗ്രാമിംഗ് പാരാഡിഗം. ആദ്യമായി നമ്മൾ പഠിക്കുന്ന ടേമാണ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. എന്താണ് പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്ന് പറയുമ്പോൾ? അതായത് നമ്മുടെ അടുത്ത് ഒരു പ്രോഗ്രാം എഴുതൂ എന്ന് പറയുന്നു. എന്തിനാണ് ഈ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത്? ഒരു കണക്ക് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ഫോർമുല തന്നു കഴിഞ്ഞാൽ ആ ഫോർമുല വെച്ചുകൊണ്ട് നമ്മൾ ആ കണക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഫോർമുലയിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അതനുസരിച്ച് അതെല്ലാം നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടുന്നത്. അതുപോലെ തന്നെ ഏതൊരാൾ ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിലും എല്ലാവരും എഴുതുന്ന പ്രോഗ്രാം ഒരേപോലെയല്ല. ഓരോരുത്തരുടെയും ആശയങ്ങൾക്കനുസരിച്ച് അവരുടെ ബുദ്ധിക്കനുസരിച്ചാണ് അവർ ആ പ്രോഗ്രാം എഴുതുന്നത്. അതനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും അവർ വർക്ക് ചെയ്യിക്കുന്നതും. പക്ഷേ റിസൾട്ട് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരേ റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ റിസൾട്ട് ഒരേപോലെ കിട്ടണം എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ. അതുവരെ എഴുതുന്ന സ്റ്റെപ്പുകളുടെ എണ്ണമോ അതല്ലെങ്കിൽ ആ പ്രോഗ്രാം ഓരോരുത്തരും ഏത് രീതിയിലൂടെ അവതരിപ്പിക്കുന്നു അതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് കിട്ടുന്ന റിസൾട്ട് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുവെങ്കിൽ അവരുടെ പ്രോഗ്രാം വളരെ കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ എന്തടിസ്ഥാനത്തിലാണ് ആ പ്രോഗ്രാമിനെ അവർ അവതരിപ്പിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരുന്ന പ്രോഗ്രാമിംഗ് രീതിയാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ എന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റെപ്സ് എന്നാണ്. അതായത് നമ്മളോട് ഒരു കണക്ക് ചെയ്യൂ എന്ന് പറയുമ്പോൾ ആ കണക്ക് ചില കുട്ടികൾ കൂടുതൽ സ്റ്റെപ്പുകളിലൂടെ അവതരിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ വളരെ കുറച്ച് സ്റ്റെപ്പിലൂടെ ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ കുറവ് സ്റ്റെപ്പ് ചെയ്ത കുട്ടിയുടെ ശരിയാണെന്നും കൂടുതൽ സ്റ്റെപ്പ് ചെയ്ത കുട്ടിയുടെ തെറ്റാണെന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. രണ്ടുപേരുടെയും ശരിയായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി സ്റ്റെപ്പുകളുടെ എണ്ണം കുറഞ്ഞ് ആ പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ്? കൂടുതൽ സ്റ്റെപ്പുകളാവുമ്പോൾ മെമ്മറി കൂടുതലായിട്ട് നമുക്ക് വേണ്ടി വരുന്നു. അപ്പോൾ ആ മെമ്മറി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാര്യക്ഷമതയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് പരമാവധി ചുരുക്കി എന്നാൽ വളരെ വൃത്തിയായി നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മളതിനെ അവതരിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അതാണ് പ്രോഗ്രാമിംഗ് പാരാഡിഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പരമാവധി ഇപ്പോൾ 1000 സ്റ്റെപ്പൊക്കെ ഉള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എവിടെയെങ്കിലും മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു, എന്തെങ്കിലും തെറ്റുകൾ വന്നു അത് തിരുത്തേണ്ടി വന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണ് ആ തെറ്റുകളെന്ന് കണ്ടുപിടിച്ച് തിരുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി നമ്മളതിൻ്റെ ആ എണ്ണം നമ്മൾ ആ സ്റ്റെപ്പുകളുടെ എണ്ണം പരമാവധി നമ്മൾ കുറയ്ക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അധികം മെമ്മറി സ്പേസ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. ആദ്യം ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡേറ്റയ്ക്കല്ല പ്രാധാന്യം, ഇവിടെ സ്റ്റെപ്പുകൾക്കാണ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് ആണ്. അപ്പോൾ എത്ര അധികം സ്റ്റെപ്പുകൾ നമുക്കുണ്ടോ അത്രയും സ്റ്റെപ്പുകൾ നമുക്ക് എഴുതാം. ആ സ്റ്റെപ്പുകളുടെ എണ്ണത്തിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഇവിടെ ഇല്ല. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് മോഡിഫിക്കേഷൻസ് ടു മെനി ഫങ്ഷൻസ്. ഓൾറെഡി നമ്മളിപ്പോൾ ഒരു കാൽക്കുലേറ്ററാണ് ഉണ്ടാക്കണേ. അപ്പോൾ ആ കാൽക്കുലേറ്ററിലൂടെ നമ്മളിപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിങ്ങനെ അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് ഇനിയും വേറെ വേറെ പുതിയ ഫംഗ്ഷനുകളെ ആഡ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലെങ്ത് അങ്ങനെ കൂടും. അതനുസരിച്ച് ആ പ്രോഗ്രാമിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
ക്രിയേറ്റിംഗ് ന്യൂ ഡാറ്റ ടൈപ്പ് ഇസ് ഡിഫിക്കൾട്ട്. ഓൾറെഡി നമുക്ക് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരുപാട് ഡാറ്റ ടൈപ്പുകൾ ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ചു വെച്ച ഡാറ്റ ടൈപ്പുകൾ മാത്രമേ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പുതിയതായിട്ട് ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. നമ്മുടെ പ്രോഗ്രാമിലൂടെ നമ്മൾ എന്നും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് കൂടുതലായിട്ടൊരു ഒറിജിനാലിറ്റി കൊടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ചിലപ്പോൾ വളരെ നിസ്സാരമായി എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാൽക്കുലേഷൻ ആയിരിക്കാം. പക്ഷെ അത് പ്രൊസീജിയറിലൂടെ, അതായത് സ്റ്റെപ്പുകളിലൂടെ അവതരിപ്പിച്ച് വരുമ്പോൾ ചിലപ്പോൾ വല്ലാതെ വളഞ്ഞ വഴിയിലൂടെ പോകുന്നതായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ആശയം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ചെയ്യാനോ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിച്ചത്രയ്ക്ക് അത് വിജയകരമല്ലാതെ വരാനും സാധ്യതയുണ്ട്. അതാണ് പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ് എന്ന് പറയുന്നത്.